എന്നതാ എന്നതാ നശിപ്പിച്ചോല്ല, അല്ലെങ്കിലും അത് ചേട്ടത്തിക്ക് ഒരു സൂക്ഷമില്ല. അതിന് ഇപ്പത്രക്ക് എന്നെ പറയുള്ളത്? 4 പ്ലേറ്റില്ലേ ഒടിഞ്ഞുള്ളൂ. ആഹാ, എന്നാ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പൊട്ടിക്കായിരുന്നില്ലേ? അവനവൻ കാശ് മുടക്കിയില്ലേ എന്റെ ദണ്ണം അറിയത്തുള്ളൂ. അതിനാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും ഞാൻ ഉടച്ചിട്ടില്ല. എന്റെ റോയ് കുഞ്ഞ് കാശ് കൊടുത്ത് മേടിച്ചതാ. ഇന്നലെ വന്നവർ എന്നെ ഭരിക്കാൻ വരണ്ട. അല്ലേ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പൂച്ച പോലെ ഇരുന്നതാ. ഈ പെണ്ണ കണ്ടിട്ട് വാല് മക്കളെന്ന് എനിക്കറിയാൻ മേല. തള്ളേ, ഇത്രയും പ്രായമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമേ? ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, എനിക്ക് ആരുടെ ആട്ടുതൂപ്പൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കണത്. ആരെങ്കിലും നിർബന്ധിച്ച് ഇവിടെ നിൽക്കാൻ അങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അമ്പടി കേങ്ങി അവളൊരു മുഴുപ്പ്. അയ്യോ, ഇങ്ങനൊരു സ്വരൂപം. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾക്ക് കുറെ തൊലിവെളുത്താ അതെന്നെ സ്വർഗമെന്ന് പറഞ്ഞ് നടക്കണ കുറെ പെങ്കോന്നന്മാര്. ഇതൊക്കെ എത്ര നാളത്തേക്കുണ്ട് നമുക്ക് നോക്കാലോ. അവളുടെ ഒരു ഭാവം. അയ്യോ, കാശൊന്നുമില്ലേ? ആ, എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. ഒരു 20 രൂപയുണ്ട് തന്നെ. എന്റെ അക്കൗണ്ടിൽ എഴുതിക്കോ. സ്റ്റാൻഡിൽ ഇരിക്കൊണ്ട് എടുത്തോണ്ട് വയ്ക്കോ. ചേട്ടത്തി, ചേട്ടത്തി, ഇവിടെ ആരുമില്ലേ? പാലാക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇത് എന്നാ പോക്കാ? ഹലോ, ഐ ആം റെനി. യുവർ ഗുഡ് നൈറ്റ് പ്ലീസ്. ആരും മനസ്സിലായില്ല. ഞാൻ നമ്മുടെ റോയ് ചാന്റെ ബ്രദറാ. ചേട്ടത്തി ഇവിടെ ഉണ്ടോ? ഉണ്ട്, ഞാനിപ്പോ വിളിക്കാം. ഷൈനി ചേച്ചി. ആഹാ, നീ വന്നോ? ശ്രീദേവി, ഇത് റെനി, റോയിച്ചിന്റെ ബ്രദറാ. ഇവിടെ ഇവാനിയസിൽ പഠിക്കുക. അന്ന് വന്നത് ഇയാളല്ലേ? ഏതിനാ പഠിക്കുന്നേ? BA ഫസ്റ്റ് ഇയർ. ഇത് സിസ്റ്റർ അല്ലേ? അതെ. കണ്ടല്ലേ. എന്താ പേര്? ശ്രീലക്ഷ്മി. വെരി നൈസ്. വിമൻസിലല്ലേ പഠിക്കുന്നത്? റെനിക്ക് എങ്ങനെ അറിയാം? അല്ല പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ റൂട്ട് അത് വഴിയേ. അല്ല പിന്നെ ജാതം ഒന്നും നിരത്തണ്ട. വാ പോ, വരട്ടെ. വാ. നീ ഇവിടെ നിന്ന് പഠിക്കുന്നേ കൊള്ളാം. രാവിലെ കോളേജിൽ പോയാ വൈകിട്ട് 5 മണിക്ക് തിരിച്ചെത്തിക്കണം. അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് കമ്പനി അടിച്ച് കറങ്ങി നടന്ന് പാതിരാത്രിക്ക് കയറി വരാനുള്ള പരിപാടിയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. ചേട്ടത്തി, ഇതാ ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ലെന്ന്. ഞാൻ പറയുന്ന കേട്ടില്ലേ? ചേട്ടത്തി ഒരൊറ്റാൾ നിർബന്ധിച്ചിട്ടാ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പെട്ടിയും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. റോയിച്ചൻ എന്നതാ അവനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ അങ്ങനൊന്നും നടക്കത്തില്ല. നിനക്ക് ഇവനെ പറ്റി എന്നെ അറിയാം. ഇവൻ ആരാ പുള്ളിയെന്നറിയാവോ? വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞ് ഗോവയ്ക്ക് പോയാനാ ഇവൻ. കോളേജിൽ നിന്ന് ഇവന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴാ അപ്പച്ചനും അമ്മച്ചി വിവരം അറിയുന്നത്. എന്നിട്ടോ ബാക്കിയൊന്നും പറയാൻ കൊള്ളത്തില്ല. ഞാൻ കൊച്ചു കുഞ്ഞാന്നോ? എമർജൻസി ഡിക്ലെയർ ചെയ്തോലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ. കോളേജിലാകുമ്പോഴേ ഇങ്ങനെ കിടക്കാൻ പറ്റൂ. ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടക്കാത്തില്ലല്ലോ. കോളേജിലായിരുന്നപ്പോ അച്ചായനും ഒത്തിരി വലിച്ചല്ലേ? ഇല്ലിക്കൽ ഇട്ടിച്ചന്റെ മോളുമായിട്ട് അടിജിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. നീ എന്താ നോക്കിക്കുന്നു? നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? നീ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി വന്ന എന്റെ കുടുംബം കുളം തൊണ്ടാണ്. എലഞ്ഞിക്കൽ ഇട്ടിച്ചന്റെ തേങ്ങ കൊല അടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവളോട് കുറച്ച് നീങ്ങിയിരിക്കാൻ. അപ്പൊ അവളൊരു വലിയ പെൻസിൽ എടുത്ത് കാണിച്ചു. മമ്മി വലിയ മമ്മി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു പെൻസിൽ. ആണോ? ചോദിച്ചപ്പോ ഫോറിനാന്ന് പറഞ്ഞു. ഹായ് റോയ് അങ്കിൾ. എന്താ നടന്നു? വണ്ടി വന്നില്ലേ? വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കാം. എന്നാ കയറിയാട്ടെ. ആ മമ്മി ഇവിടെ ഇരിക്കാം. മോള് നീങ്ങിരി. ഇത് മോൾ തമ്മച്ചിയാണ്. അന്ന് മോളത്തെ സാറും താഴെ തമ്മച്ചൂടെ പോകുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. The resemblance of the atom, എന്താ ഇവിടെ? ചേച്ചിയും ചേട്ടനും ഇല്ല. അല്ല, അതറിഞ്ഞോണ്ടല്ലേ വന്നത്.
ക്രിസ്മസ് വെക്കേഷന് നാട്ടിൽ പോകുന്നുണ്ടോ? തീരുമാനിച്ചില്ല. എന്താ? തീരുമാനിക്കണം, പോണ്ടെന്ന്. ക്രിസ്മസ് ഇവന് ഞങ്ങളുടെ പള്ളിയിലെ ഇലുമിനേഷനും ക്രിസ്മസ് ട്രീസും ഒക്കെ ഒന്ന് കാണണ്ട. നമുക്ക് ഒരുമിച്ച് പള്ളി പോയനാ. അയ്യോ, ഞാൻ വരില്ല. ശ്രീലക്ഷ്മിയുടെ ചേട്ടനും ചേച്ചിയൊക്കെ വരുന്നുണ്ടെന്ന് ചേട്ടത്തി പറഞ്ഞിരുന്നല്ലോ. മോളെ എന്താ എന്താ ഇവിടെ? കോളേജിലെ ഒരു നോട്ടിന്റെ ഡൗട്ട്. അവരാരും ഇല്ലാത്തപ്പോഴാണ് നോട്ടിന്റെ ചില്ലറയുടെയും കാര്യം അല്ല, പറഞ്ഞു. അതിനൊരു കമ്പൈൻ സ്റ്റഡി അല്ലേ? ഒരു കമ്പൈൻ പണി വേണ്ട, മോളെ ഒത്തു പോ. അവരാരില്ല ഉള്ളപ്പമ്പ. റൊമാൻസിനെ കുറിച്ച് ഈ തള്ളക്ക് എന്നാ വിവരം ഉള്ളേ? ആരെങ്കിലും ഉള്ളപ്പ വരാനേ. എട മോനെ, ഇതാരാ? കത്രീന സിംഗ് പിണങ്ങിപ്പോയെന്ന് പറഞ്ഞേച്ച്. ഞാൻ ആരോട് പിണങ്ങണ എന്റെ കുഞ്ഞെ? റോയിച്ചായോ ഇതാരാ വന്നിരിക്കാൻ നോക്കിയേ. എന്നാടാ ഈ പടി കയറത്തില്ലെന്ന് പറഞ്ഞ് പോയേച്ച് പിന്നെ എന്താ ഞാൻ തിരിച്ചു പോകുന്നത്? സ്നേഹമുള്ളവരോടല്ലേ പിണങ്ങാൻ പറ്റൂ. നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റൂ. അതെ, അവിടെ ആകുമ്പോ സമയമുള്ള ഭക്ഷണവും റോയിച്ചാനെ പറ്റിച്ചുള്ള ചേട്ടത്തേക്ക് പോന്നോ? അയ്യോ, ഇതെന്നെ പറ്റി? അടുക്കളയിൽ കയറിയുള്ള കരിയും പുകയൊക്കെ കൊണ്ട് മുഖാകെ കരി വാളിച്ചു പോയി. ഇനി കൊണ്ട ഞാൻ ചെയ്തു. ഞാൻ വരട്ടെ. റോയിമോനെ, കുറച്ച് നേരത്തെ വരണട്ടോ. മനസ്സിലായില്ലേ? മറ്റേ സ്മോളിന്റെ കാര്യം. നേരത്തെ വരാം. മോളെ, നമുക്ക് അടുക്കളയിലേക്ക് തരാം. നാളെ ക്രിസ്മസ് അല്ലേ? എങ്ങനെയാ കിടന്ന് ഉറങ്ങുന്നത്? എന്തൊരു നാറ്റോ! ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഇഷ്ടം പോലെ ആയിക്കോളൂ. ഇന്ന് ക്രിസ്മസിന്റെ പേരും പറഞ്ഞു കുടിച്ചു. നാളെ ഓണം, വിഷു എന്നൊക്കെ പറഞ്ഞ് കുടിക്കാലോ. ആ റോയ്ച്ചനെ കണ്ട് പഠിക്കും. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ ആണുങ്ങള്. അപ്പോ ഞാനൊരാണല്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേ? എങ്കിൽ അത് മതി, നീ കിടക്ക്. എന്നെ തൊടണ്ട. ഓഹോ, ഓക്കെ. വാച്ചെങ്കിൽ വാച്ചി. ഉസ്താദ് വന്നോ? താനിത് എവിടെയായിരുന്നു? ഞാൻ ഒരു ഹോട്ടലല്ലായിരുന്നോ കൃഷ്ണ? ഈ ട്യൂഷൻ നിർത്തിയപ്പോ താൻ തുടങ്ങിയോ? അതല്ലടോ, പിന്നെ ഒരു വിസ സംഘടിപ്പിക്കാനുള്ള ഓട്ടം ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തു. അതിനവിടുത്തെ പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ. ആഹാ, ഇതാരും ഉസ്താദോ? ആ റോയ് സാറല്ലേ? ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. ഞാൻ ഖത്തറിലേക്ക് പോവുക. അപ്പൊ വഴിക്കൊന്ന് കണ്ട് യാത്ര പറഞ്ഞ് പോകാന്ന് വിചാരിച്ച് കയറിയതാ. അപ്പൊ ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്? എങ്ങനെ പോകാതിരിക്കും? ആദ്യത്തെ പോക്ക് ഒരു പോക്കായി പോയില്ലേ. ഇനി ഈ പോക്ക് വേണം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. വണ്ടിപ്പണി തന്നെ ആണോ? ഏയ് അതല്ല, നമുക്ക് നല്ല ജോലി വേറെ കിട്ടി. പിന്നെ വഴിമഹാൽ. വഴിമഹാളോ എന്ന് വെച്ചാ? അതായത് ഈ റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം വഴിയിലിട്ട് വിൽക്കുമല്ലോ, അതാണ് വഴിമഹാൽ. നമ്മളെ കൊച്ചാപ്പന്റെ മകന്റെ ഭാര്യയുടെ അഞ്ചത്തിയുടെ ഭർത്താവിന്റെ അലയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാൾക്ക് അവിടെ വഴിമഹാളാ. ആ കെയറോപ്പിലാണ് എനിക്ക് ഈ വിസിറ്റ്. കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട, ഹോർലിക്സ് കുടിച്ചാ വരുന്നതേ. മാത്രല്ല ആളും വെയിറ്റ് ചെയ്യോടെ. ആ പിന്നെ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് അവിടെ ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ അവിടെ ചെന്ന് വല്ല കുഴപ്പവും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഈ ഇറാഖിപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു പോരും. വന്നാൽ ഇപ്പോൾ ഈ വേക്കൻസി ഉണ്ടല്ലോ. ശരി, ഓക്കെ, സീ യു, കം അഗൈൻ. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ വെയിറ്റ് ചെയ്തത് തന്നെ കാണാനാ. എന്താ? എനിക്ക് തന്നോടെ ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സീരിയസ് മാറ്റർ ആകുമ്പോഴേ വീട്ടിൽ വെച്ചൊന്നും പറയാൻ ഒക്കത്തില്ല. ആ തള്ള വലിയ പ്രോബ്ലമാണ്. വന്നേ, നമ്മുടെ മാരേജിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടാവുന്നത് മതത്തിന്റെ പേരിലായിരിക്കും. ഇപ്പോൾ എവിടെയും അതാണല്ലോ പ്രശ്നം. ഇന്റർകാസ്റ്റ് മാരേജ് ഉണ്ട്, ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവുമെങ്കിലും അതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. യുനോ, റോയിച്ചാനും ചേട്ടത്തെയൊക്കെ തന്നെ വിളിച്ച് ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് താൻ വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്താ ഈ പറയണ? മാരേജോ? അതൊക്കെ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? നിക്ക്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്റെ മനസ്സിൽ ചില മാസ്റ്റർ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ വെച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് താൻ നാളെ 3:30 ഹോട്ട്സ്പോട്ടിൽ വരണം. അയ്യോ, ഞാൻ വരില്ല. എന്നാ അങ്ങനെ പറഞ്ഞ് പഠിച്ചേക്കല്ലേ. ഐ വിൽ വെയിറ്റ് ദേർ, യു മസ്റ്റ് കം.